ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. നമുക്ക് അതിനെപ്പറ്റി ഈ വീഡിയോയിലൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിഗ്രി ലെവലിൽ, ശരിക്കും മെയിൻസ് ലെവലിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കറണ്ട് അഫെയർസ് സിറ്റുവേഷനിൽ സെൻറ്ററും സ്റ്റേറ്റും തമ്മിൽ ഇടയ്ക്ക് കുറേ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്കാണ്, പല പല ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഓൾറെഡി നോക്കിയേ, ഇതൊക്കെ നമ്മൾ എവിടെയാണ് അവൈലബിൾ ആയി കിടക്കുന്നത്? എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ദ CC ലേണിംഗ് ആപ്പ് അല്ലേ? എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഫ്രീ ക്യൂസ്, കറണ്ട് അഫെയർസ് എല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ്, പിന്നെ അനാലിസിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡു ഡൗൺലോഡ് ദിസ് ആപ്പ്. ക്ലിയർ? ഇതൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ റിസൾട്ട്സ്. ക്ലിയർ ഉണ്ടോ? നൗ കംസ് ദ മെയിൻ ടോപ്പിക്. ഇതാണ് സിലബസ്. ഇതിനെപ്പറ്റിയാണ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ഈ ടോപ്പിക്കിൽ നിന്ന്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടോ, സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് 8 മാർക്കിൻ്റെയാണ്. കണ്ടോ, റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അത് ലെജിസ്ലേറ്റീവ് റിലേഷൻ ആവാം, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ആവാം, ഫിനാൻഷ്യൽ റിലേഷൻ ആവാം. അതിലാണല്ലോ കുറച്ചും കൂടെ പ്രശ്നമായിട്ട് നടക്കുന്നത്. സർവീസസ് അണ്ടർ സ്റ്റേറ്റ്സ് വരാം, യൂണിയൻ വരാം, ലോക്കൽ ഗവൺമെന്റ്, പഞ്ചായത്ത് രാജ് സിസ്റ്റം, അവിടെയും ഫണ്ടിങ്ങിന്റെ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഗവൺമെന്റ്, പഞ്ചായത്തൊക്കെ വരുമ്പോൾ 73rd അമെൻമെന്റ്, 74th അമെൻമെന്റ് ഒക്കെ വരാം. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ കമ്പോസിഷൻസ് എങ്ങനെ നടക്കുന്നു, പവേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, ടൈപ്സ് ഓഫ് എമർജൻസി ഗ്രൗണ്ട്സ്. ചില സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവരും, ചിലപ്പോൾ കാരണമില്ലാതെയും കൊണ്ടുവരാം. അപ്പോൾ സ്റ്റേറ്റ് ചിലപ്പോൾ എവിടെ പോകും? സുപ്രീം കോർട്ടിൽ പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സെൻറ്റർ സ്റ്റേറ്റിനകത്ത് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ്. ക്ലിയർ? പിന്നെ അമെൻമെന്റ്സ്, ഡെഫിനറ്റ്ലി ചില അമെൻമെന്റ്സ് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും, ചിലപ്പോൾ കേസിന് പോവുമായിരിക്കും, സ്റ്റേറ്റിന്റെ പവർ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സിലബസ് നമുക്ക് മനസ്സിലാക്കി. ബട്ട് എപ്പോഴും അറിയേണ്ടത്, വൺസ് വി റീഡ് സംതിങ്, എങ്ങനെയൊക്കെയാണ് പണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The Parliament of India acquires the power to legislate. അപ്പോൾ the Parliament of India acquires the power to legislate on which subject in the state list in the national interest if a resolution to that effect is passed by. എപ്പോഴാണ് പാർലമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ കയറി ലെജിസ്ലേഷൻ ചെയ്യുന്നത്? In the national interest. ഏതായിരിക്കും ആൻസർ? When Lok Sabha by a simple majority of its total membership, Lok Sabha by a majority of not less than 2/3 of its total membership, Rajya Sabha by a simple majority of its total membership, അതോ രാജ്യസഭ by a majority of not less than 2/3 of its numbers present and voting. എപ്പോ, എങ്ങനെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ the Parliament of the India acquires the power to legislate on any item in which list, state list, in what interest, national interest, if a resolution is passed by one. Answer is D. Rajya Sabha by a majority of not less than 2/3 of its members present and voting. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം? ലെജിസ്ലേറ്റ് ചെയ്യാം അണ്ടർ സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പൊ ഇത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചിലപ്പോൾ കണ്ടാൽ it comes under Article 249. ക്ലിയർ? അപ്പോൾ 1ന്റെ ആൻസർ ചെയ്താ D. ഇതും സംതിങ് റിഗാർഡിങ് എന്താ ടോപ്പിക്? സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ. അപ്പോൾ 1ന്റെ ആൻസർ ആണ് D, Article 249. ആൻസർ ഈസ് D. ക്ലിയർ? Now comes the second question. Consider the statements regarding Finance Commission. First, Article 280 deals with the recommendation of the Finance Commission. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനും അതിന്റെ കമ്പോസിഷനും പറ്റുമല്ലേ സംസാരിക്കുന്നത്? സെന്റർ എത്ര ശതമാനം സ്റ്റേറ്റിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്, അതല്ലേ 16th ഫിനാൻസ് കമ്മീഷൻ, അരവിന്ദ് പനഗറിയ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്റ്റുഡൻസ് എന്തായാലും പഠിച്ചു കാണും. ബട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 280 ഡീൽസ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ കണ്ടാൽ അത് ആർട്ടിക്കിൾ 281 ആണ് വരേണ്ടത്. അപ്പൊ ദാറ്റ് ഇസ് എ റീസൺ വൈ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ നോക്കണം, വായിക്കണം, ആർട്ടിക്കിൾ നോക്കണം, മനസ്സിലാക്കണം. പെട്ടെന്ന് നമ്മൾ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് പോകരുത്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ഭംഗിയായിട്ട് വായിക്കണം. അടുത്ത നോക്കി, ദ ഫംഗ്ഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ ഈസ് മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്
ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, എത്ര ഫണ്ട് യൂണിയൻ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പോയി നോക്കണേ, ഈ വട്ടത്തെ ഫിനാൻസ് കമ്മീഷൻ എത്ര ശതമാനം ഡെവല്യൂഷൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജസ് ദ ഫിനാൻസ് കമ്മീഷൻ ഈസ് ദ ബാലൻസിംഗ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ. ശരിയാണോ? The Finance Commission act as a balancing wheel of the fiscal federalism in India. What percentage of fund has to be distributed by center to the state? അപ്പോൾ ഇതൊരു ബാലൻസിങ് ആക്ട് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 തെറ്റാണ്, അത് 281 ആണ് വരേണ്ടത്. അപ്പൊ 2ഉം 3ഉം അല്ലേ ശരിയായിട്ട് വരണ്ടേ? അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? 2ഉം 3ഉം ഉണ്ട്. അപ്പൊ ആൻസർ is C. 2 and 3 only is the right answer. Whenever some statement questions are coming, always read the questions carefully. അല്ല പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് പോയി ടിക്ക് ചെയ്യരുത്, സ്പെഷ്യലി ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടോപ്പിക്സ്. അപ്പൊ മൂന്നാമത്തെ ആൻസർ ചെയ്ത 2 and 3 only is the right answer. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായി, രണ്ടാമത്തെ കേട്ടോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായി, ഒന്നാമത്തെ ഇതായി. സിലബസ് ബേസ്ഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിന്റെ ആൻസർ ആയി ഡി. സെക്കൻഡ് ആൻസർ എന്താണ്? 2 and 3 is the right answer. അതും കിട്ടി. അടുത്ത നോക്കാം. Which of the following are compulsory provisions of the 73rd constitutional amendment? അപ്പോൾ സംതിങ് റിഗാർഡിംഗ് പഞ്ചായത്ത് രാജ് ആക്ട് ആയിരിക്കും. പ്രൊവൈഡിംഗ് റിസർവേഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, അതൊരു കമ്പൽസറി പ്രൊവിഷൻ ആണോ? പ്രൊവൈഡിംഗ് റിസർവേഷൻ അല്ല, അതൊരു വോളണ്ടറി പ്രൊവിഷൻ ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കമ്പൽസറി പ്രൊവിഷൻസ് ഓഫ് ദ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. എ മിനിമം ഏജ് ഓഫ് 21 years ഈസ് റിക്വയർഡ് ടു റൺ ഫോർ ഇലക്ഷൻ ഫോർ ദ പഞ്ചായത്ത് രാജ്. അത് ശരിയാണ്. പഞ്ചായത്ത് രാജിന് മെമ്പറായിട്ട് മത്സരിക്കണമെങ്കിൽ 21 എന്തായാലും വേണം. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെറ്റിംഗ് അപ്പ് എ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ടു ഈച്ച് സ്റ്റേറ്റ് എവറി 5 years. അവിടെ ഫിനാൻസ് കമ്മീഷൻ ഉള്ള പോലെ ഇവിടെ ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും വേണ്ടേ? സ്റ്റേറ്റ് എത്ര ശതമാനം പഞ്ചായത്തിന് കൊടുക്കണമെന്നൊരു അഡ്വൈസറി ബോഡി എങ്കിലും വേണ്ടേ? അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് രണ്ടും കമ്പൽസറി പ്രൊവിഷൻ ആയിട്ട് വരാം. ബട്ട് ഫസ്റ്റ് വൺ വരുമോ? ഇല്ല, അതൊരു വോളണ്ടറി പ്രൊവിഷൻ ആണ്. അപ്പൊ മൂന്നാമത്തെ ആൻസർ 2 and 3 ആണ് വരേണ്ടത്. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ആൻസർ ഈസ് ബി. 2 and 3 only is the right answer. കേട്ടോ, ആദ്യം സെന്ററിന്റെ പഠിച്ചു, ഇപ്പൊ സ്റ്റേറ്റിന്റെയും വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ 2 and 3 only is the right answer. അടുത്ത നോക്കാം. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ. Which of the following statements are correct? Genesis of the interstate council lies in the recommendation of സർക്കാരിയ കമ്മീഷൻ. ശരിയാണോ തെറ്റാണോ? സർക്കാരിയ കമ്മീഷൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ വേണം. ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. The interstate council was established to serve as a robust institutional framework for promoting cooperative federalism. The Interstate Council was established to serve as a robust institutional framework for promoting cooperative federalism. രണ്ടുപേരും കൂടെ എന്താ പറയുക, എല്ലാ ഇഷ്യൂസും ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴല്ലേ കുറെ കൂടെ ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ ആസ് എ കൺട്രി. അപ്പൊ കോപ്പറേറ്റീവ് ഫെഡറലിസം ഇസ് എ വെരി നെസസറി ആസ്പെക്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യ. അപ്പൊ ശരിയാണോ തെറ്റാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ 4ന്റെ ആൻസർ എന്താ വരണ്ടേ? ഇറ്റ് ഷുഡ് ബി സി. ബോത്ത് 1 and 2 ഇസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് 1 and 2 ഇസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഫൈൻ. അടുത്ത നോക്കാം. അഞ്ചാമത്തെ ആർട്ടിക്കിൾ 243H. 243 വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പഞ്ചായത്ത് ആയിരിക്കണമല്ലോ. നോക്കാം നമുക്ക്. അപ്പൊ ആർട്ടിക്കിൾ 243H ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻറ്റിറ്റിൽസ് ദ പഞ്ചായത്ത് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ്. എന്തൊക്കെ പ്രൊവിഷൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? ബജറ്ററി അലോക്കേഷൻ ഫ്രം സ്റ്റേറ്റ് റവന്യൂ, അത് 243H വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഷെയർ ഓഫ് റവന്യൂ ഓഫ് സർട്ടൻ ടാക്സസ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. കളക്ഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് റവന്യൂ ഇറ്റ് റേസസ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. നാലാമത്തെ നോക്കി, കളക്ഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് ദ റവന്യൂ ഇറ്റ് റേസസ്, ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ വിച്ച് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് ട്രൂ എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഇവിടെ നോട്ട് ട്രൂ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ നണ്ണല്ലേ വരണ്ടേ? ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ക്ലിയർ? അപ്പൊ ആർട്ടിക്കിൾ 243H ചോദിച്ചിട്ട് കണ്ടോ എന്തൊക്കെ പ്രൊവിഷൻസ് വരാം. എന്നിട്ട് ഇവിടെ അവസാനം ചോദിച്ചിരിക്കുന്ന കറക്റ്റ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആകുമ്പോൾ എല്ലാം വരും. ഇവിടെ നോട്ട് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്. ഓൾ ആർ കറക്റ്റ്. ക്ലിയർ? അപ്പൊ 5 ആൻസർ ഈസ് ഡി. നൺ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇച്ചിരി ഹോട്ട് ന്യൂസിലാണ്. അത് വെച്ചിട്ട് വുമൻ റിസർവേഷൻ ബില്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്സ് പറയുന്നില്ലേ അത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ആ ഒരു രീതിയിലും വരാം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹാവ് ബീൻ സെറ്റ് അപ്പ് 4 times ടിൽ നൗ. 52, 63, 73 and 2002. ശരിയാണോ തെറ്റാണോ? ഫോർ ദ ടൈം ബീങ് അത് ശരിയാണ്. ഇതുവരെ വേറെ വന്നിട്ടില്ല. അപ്പൊ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹാവ് ബീൻ സെറ്റ് അപ്പ് ഹൗ മെനി ടൈംസ് ടിൽ നൗ? 4 times. അപ്പോൾ ഓരോ സെൻസസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കാം. ബട്ട് ഇതുവരെ എത്ര വട്ടേ വന്നിട്ടുള്ളൂ? 4 വട്ടം. 52, 63, 73, 2002. അടുത്തത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ്സ് ദാറ്റ് ദ കമ്മീഷൻ ഓർഡേഴ്സ് ആർ ഫൈനൽ ആൻഡ് കനോട്ട് ബി ക്വസ്റ്റ്യൻഡ് ബിഫോർ എനി കോർട്ട്. അപ്പൊ ഡീലിമിറ്റേഷന്റെ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഫൈനൽ ഓർഡർ ആണ്, കോടതിയിൽ പോയി ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണോ? അണ്ടർ ഡീലിമിറ്റേഷൻ അത് ശരിയാണ്. അപ്പൊ ആൻസർ ഈസ് സി, ബോത്ത് 1 and 2 is the right answer. അപ്പൊ 6 ആൻസർ ഈസ് സി, ബോത്ത് 1 and 2 is the right answer. ഇതിന്റെ അകത്തുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ചിലപ്പോൾ ചോദിക്കാം എന്താണ് 131st ബില്ല് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ക്ലിയർ? അപ്പൊ ആ രീതിയിലും വരാം സംഭവം. അപ്പൊ 6 ആൻസർ ഈസ് സി, ബോത്ത് 1 and 2 is the right answer. അടുത്തത്, with reference to the constitutional provisions regarding cooperative societies, consider the following statements. The right to form cooperative society is included in Article 19 of the Constitution. അല്ലേ? വരുന്നുണ്ട്. 19C വരുന്നുണ്ട് അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. The right to form cooperative societies is included in Article 19 of the Constitution. That is true. Promotion of cooperative societies is included in Article 43B. അല്ലേ? അപ്പോൾ അത് എന്താ പറയുക, നമ്മുടെ DPSPയിലും വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കോപ്പറേറ്റീവ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോപ്പറേറ്റീവ്സ് വരുന്ന കൺകറന്റ് ലിസ്റ്റിലാണോ? അല്ല. കോപ്പറേറ്റീവ്സ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ക്ലിയർ? അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദ റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് ട്രൂ. Promotion of the cooperative societies is included in Article 43B. That is also true. But the cooperative societies are included in the concurrent list എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? അത് വരുന്ന ഏതിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ 7 മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. അങ്ങനെ വല്ലതും ഉണ്ടോ? നോക്കട്ടെ. 1ഉം 2ഉം ഉണ്ട്. അപ്പൊ ആൻസർ എ, 1 and 2 only is the right answer. 1 and 2 only is the right answer. ക്ലിയർ അല്ലേ? ഫൈൻ. അടുത്ത നോക്കാം. ഇതൊക്കെ കണ്ടോ? ആ ടോപ്പിക്കിന്റെ അകത്ത് നിന്ന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡും വരാം, ആർട്ടിക്കിൾ ബേസ്ഡും വരാം, ഹിസ്റ്റോറിക്കൽ ബേസ്ഡും വരാം, പണ്ടത്തെ വെച്ചിട്ട്. അടുത്ത നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് 106th Amendment ബിൽ. കണ്ടോ? ഇത് സ്റ്റേറ്റിനെയും സെന്ററിനെയും ബാധിക്കുന്നതാണ്. ബിക്കോസ് 1/3 റിസർവേഷൻ വുമന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള സംഭവമല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ റിസർവ് 1/3 ഓഫ് സീറ്റ്സ് ഫോർ വുമൻ ഇൻ ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഓൺലി. ഇതാണ് കുഴപ്പം. കണ്ടോ? 1/3 seats for women in the Lok Sabha and state assemblies only എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ് അല്ലേ? ബിക്കോസ് ലോക്സഭ 1/3, സ്റ്റേറ്റ് അസംബ്ലി 1/3 ആൻഡ് ഡൽഹി അസംബ്ലി ഓൾസോ. ദാറ്റ് ഇസ് ദ റീസൺ വൈ ദിസ് ഈസ് ഫോൾസ്. അവിടെ ഓൺലി ഇല്ലായിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായേനെ. ക്ലിയർ? ഇഫ് ദർ വാസ് നോ ഓൺലി, ഈ സ്റ്റേറ്റ്മെന്റ് വുഡ് ഹാവ് ബീൻ റൈറ്റ്. ബട്ട് ഇവിടെ ഓൺലി ഉള്ള കാരണം അത് തെറ്റാണ്. ടു റിസർവ് 1/3 ഓഫ് സീറ്റ്സ് ഫോർ വുമൻ ഇൻ ദ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഓൺലി എന്ന് കാരണം അത് തെറ്റാണ്. ബിക്കോസ് ഡൽഹിയും കൂടെ വരണം. അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് അമെൻഡഡ് ആർട്ടിക്കിൾ 239AA, ഇൻസേർഷൻ ഓഫ് ആർട്ടിക്കിൾ 330A and 332A and 334A. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഇതൊക്കെ മാറ്റം വരുത്തുമ്പോൾ ആർട്ടിക്കിൾസിൽ ഒരു മാറ്റം വരുമല്ലോ. അപ്പൊ ആർട്ടിക്കിൾസ് ഒക്കെ ശരിയാണോ? നോക്കിയേ. ഇറ്റ് അമെൻഡ്മെന്റ് ആർട്ടിക്കിൾ 239AA ശരിയാണ് ഡൽഹി ലെജിസ്ലേറ്റീവിടെ. ആർട്ടിക്കിൾ 330A, 332A and 334A ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വൺസ് ഇറ്റ് കംസ് ഇൻ ടു എഫക്ട് ഇറ്റ് വിൽ ബി വാലിഡ് ഫോർ 15 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അത് ശരിയാണ്. വന്നു കഴിഞ്ഞാൽ 15 വർഷത്തേക്ക് വാലിഡിറ്റി കാണും. പിന്നെ വേണമെങ്കിൽ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2ഉം 3ഉം ശരിയാണ്. അപ്പൊ ആൻസർ സി അല്ലേ വരണ്ടേ? 2 and 3 only is the right answer. ബിക്കോസ് ഇവിടെ നോക്കണം, ഇവിടെ നോട്ട് കറക്റ്റ് എന്നല്ല ചോദിച്ചത്, ഇവിടെ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 8 ആൻസർ is C. 2 and 3 only is the right answer. Because first statement തെറ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. Consider the following statement which are true. Article 250 says Parliament to make laws on any state list
സബ്ജക്ട് ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി. ശരിയാണോ തെറ്റാണോ? 249 വേറെയായിരുന്നു, ഇത് 250 പറ്റിയാ പറയുന്നത്. ആർട്ടിക്കിൾ 250 സേസ് പാർലമെന്റ് ടു മേക്ക് ലോസ് ഓൺ എനി സ്റ്റേറ്റ് ലിസ്റ്റ് സബ്ജക്ട് ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത നോക്കിയേ, ആർട്ടിക്കിൾ 356 അത് പ്രസിഡന്റ്സ് റൂൾ അല്ലെങ്കിലോ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 356 സേസ് ഡ്യൂറിങ് ദ പ്രൊക്ലമേഷൻ ഓഫ് പ്രസിഡന്റ്സ് റൂൾ ഇൻ എ സ്റ്റേറ്റ് the Union Parliament makes the laws over the subjects included in the state list. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഓക്കെ, ആർട്ടിക്കിൾ 356 says during the proclamation of president's rule in a state the Union Parliament makes the laws over the subjects included in the state list. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ 9 ആൻസർ ഈസ് സി. ബോത്ത് 1 and 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഓരോ കണ്ടീഷനിലും സെന്റർ എങ്ങനെയാണ് ചില കാര്യത്തിന്റെ സ്റ്റേറ്റിൽ ഇടപെടുന്നത്, ആ ടോപ്പിക്കിന്റെ പേര് നമുക്ക് എടുത്തു പറയാം, സെന്റർ സ്റ്റേറ്റ് റിലേഷൻ. അല്ലെങ്കിൽ സെന്റർ സ്റ്റേറ്റ് റിലേഷൻ നന്നാക്കാൻ വേണ്ടി എന്തെങ്കിലും കമ്മീഷൻ വന്നിട്ടുണ്ടോ? സർക്കാരിയ കമ്മീഷൻ, രാജമന്നാർ കമ്മീഷൻ, പുഞ്ചി കമ്മീഷൻ, അങ്ങനെയും ചില ക്വസ്റ്റ്യൻസ് വരാം. അമെൻമെന്റ് വരുമ്പോൾ അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, അതും വേണമെങ്കിൽ നമുക്ക് സെന്റർ സ്റ്റേറ്റ് റിലേഷനിൽ വെക്കാം. അതല്ലേ നമ്മുടെ 106th അമെൻമെന്റ് ആക്ട്. അവിടെ 1/3 സീറ്റ് സ്റ്റേറ്റ് അസംബ്ലി വുമന് കൊടുക്കണം, ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് കൊടുക്കണം, ഈവൻ പാർലമെന്റ് ലോക്സഭയ്ക്ക് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ വരുന്നത് ഏത് ടോപ്പിക്കിലാണ്? സെന്റർ സ്റ്റേറ്റ് റിലേഷൻ. അപ്പൊ എപ്പോഴും ചിലപ്പോൾ ഒരു ക്ലാഷ് വരാറുണ്ട്. റൂളിംഗ് പാർട്ടി ഒന്നും മറ്റേ വേറെ പാർട്ടി ഇവിടെ ആകുമ്പോൾ സെന്റർ സ്റ്റേറ്റ് റിലേഷനിൽ കുറച്ചും കൂടെ ക്ലാഷ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഈ ടോപ്പിക് ഒരു ഹോട്ട് ടോപ്പിക് ആയിരിക്കും. അപ്പൊ എക്സ്പെക്ട് ഗുഡ് amount ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ടോപ്പിക്. അതുകൊണ്ടാണ് 8 മാർക്ക് പോലും വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾറെഡി നോക്കിയേ, നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലക്ഷ്യത്തിന്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പോൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ജോയിൻ. നമ്മൾ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഹോട്ട് ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.